ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു റെമോ സിനിമയിൽ കീർത്തി സുരേഷ് ഇട്ട ഒരു ചുരിദാർ നമ്മൾ തയ്ച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്ലീവിൽ വെച്ചൊരു മെറ്റീരിയൽ ആട്ടോ ഇത്. അത് നൈറ്റി മെറ്റീരിയലാണെന്ന് പറഞ്ഞായിരുന്നു. അതിൽ മിച്ചം വന്ന കുറച്ച് തുണിയാണ് ഇത്. അപ്പോൾ ഇന്ന് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് മിച്ചം വന്ന തുണി വെച്ചിട്ട് ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ളൊരു ടോപ്പ് അനിയത്തിക്ക് വേണ്ടിയിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പൊതുവേ സ്ലീവ്ലെസ് എന്ന് പറയുമ്പോൾ അവൾക്ക് താല്പര്യമില്ലാത്തതാണ്. പക്ഷേ ഞാൻ എപ്പോഴും നിർബന്ധിക്കും സ്ലീവ്ലെസ് ഇടുന്നതാണ് കുറച്ചും കൂടെ കാണാൻ ഭംഗി, അത് ഇടാന്നുള്ളത്. പിന്നെ ഓരോരുത്തരുടെ കംഫർട്ട് അനുസരിച്ചാണല്ലോ അവരിടുന്നതൊക്കെ. അങ്ങനെ ഇരിക്കെ അവൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഈ മിച്ചം വന്ന തുണി ഉണ്ടെങ്കിൽ ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ളൊരു സ്ലിറ്റഡ് ടോപ്പ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കരുതി എന്നാൽ നമുക്ക് ആ മിച്ചം വന്ന തുണി കൊണ്ട് സ്ലീവ്ലെസ് ആയിട്ടുള്ളൊരു ടോപ്പ് തയ്ക്കാമെന്നുള്ളത്. അങ്ങനെ നമ്മൾ അളവൊക്കെ എടുക്കുക കേട്ടോ. ഒരുപാട് തുണിയില്ല, കറക്റ്റ് തുണി മാത്രമേ ഉള്ളൂ. കറക്റ്റ് സ്ലീവ്ലെസ് ആയിട്ട് തയ്ക്കാൻ പാകത്തിനുള്ള തുണിയാണ് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ടു. അപ്പം അത് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുന്ന കേട്ടോ. അപ്പോൾ കഴുത്തിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് കഴുത്ത് ഞാൻ പ്രത്യേകിച്ച് ഡിസൈനൊന്നും കൊടുത്തില്ല. ഫ്രണ്ടിലും ബാക്കിലും റൗണ്ട് നെക്ക് വരുന്ന രീതിയിൽ അത്യാവശ്യം വിരിവിൽ, അതായത് 3 ഇഞ്ച് വിരിവാട്ടോ ഞാൻ ഫ്രണ്ടിലും ബാക്കിലും ഞാൻ കഴുത്തിന് വെച്ച് കൊടുത്തത്. പിന്നെ അതുപോലെ തന്നെ ഫുൾ ലൈനിങ് വെക്കാൻ നമ്മുടെ കയ്യിൽ ലൈനിങ് ഇരിപ്പില്ലായിരുന്നു. അപ്പം ഞാൻ ഒരു ചെറിയൊരളവിൽ ലൈനിങ് ഉണ്ടായിരുന്നു. അപ്പം ഉള്ള ലൈനിങ് വെച്ചിട്ടാണ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഓരോന്നും കട്ട് ചെയ്യുമ്പോൾ അത്രയും ശ്രദ്ധയോടെ തന്നെയാട്ടോ ചെയ്യുന്നത്. കാരണം നമുക്ക് വളരെ കുറച്ച് തുണിയുള്ളൂ. അപ്പോൾ തുണി നമുക്ക് വേസ്റ്റ് ആകാത്ത വിധത്തിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയും വേണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വളരെ കുറച്ച് അളവിലേ ലൈനിങ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു അളവിലാണ് നമുക്ക് ലൈനിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത്രയും ഭാഗത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് സ്ലീവും അടിച്ചു മറിച്ച് ഉള്ളിലോട്ട് തന്നെ പോകും. അതുപോലെ തന്നെ നെക്കും നമുക്ക് അടിച്ചു മറിച്ച് ഉള്ളിലോട്ട്, ലൈനിങ്ങിൻ്റെ ഉള്ളിലോട്ട് തന്നെ പോകും. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സിമ്പിളുമാണ്. അതുപോലെ തന്നെ കുറച്ചും കൂടെ നീറ്റായിട്ട് നമ്മുടെ തുണി ഇരിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നല്ല ഭംഗിയിൽ അവൾക്ക് സ്ലീവ്ലെസ് ഇട്ടപ്പോഴത്തേക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.